ഹായ്. ഞാനേ എൻ്റെ മറ്റുള്ള മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആടിനെ അഴിച്ചു വിട്ട് വളർത്തുവാണെങ്കിൽ അത്രയും ലാഭമാണ്, നമുക്ക് കൈച്ചിലവ് കുറയ്ക്കാമെന്നൊക്കെ. ഇത് അതുകൊണ്ട് ഞാൻ അഴിച്ച് കെട്ടിയേക്കും കേട്ടോ വെളിയിൽ. പിന്നെ ഇതൊക്കെ നല്ലപോലെ പുല്ല് മേയും, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ അഴിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും, ഓ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, പുല്ലൊക്കെ വളർന്ന് കിടക്കുവാണ്, ആടിനെയൊക്കെ വളർത്താനൊക്കെ സ്ഥലമുണ്ടല്ലോ എന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് വാടക വീടാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാം നട്ട് വച്ചേക്കുന്നുണ്ട്. നമുക്ക് ഹൗസ് ഓണറെല്ലാം നട്ടേക്കുന്നുണ്ട്, അടുത്തടുത്ത് വെച്ച് നമുക്കങ്ങനെ അഴിച്ചു വിട്ട് വളർത്താൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ അഴിച്ചു വിടാൻ പറ്റാത്തതിനൊക്കെ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ബാസ്ക്കറ്റുകളിലില്ലേ, ബാസ്ക്കറ്റിൽ മൺവെട്ടി കൊണ്ട് പുല്ല് ചെത്തി ഞാൻ വെച്ച് കൊടുക്കും. അതുകൊണ്ട് പക്ഷേ മണ്ണ് നല്ലപോലെ കുടഞ്ഞ് വേണം വെച്ച് കൊടുക്കാൻ. നമ്മൾ മൂടറ്റം വരെ മണ്ണിളകത്തക്ക രീതിയിൽ വെട്ടണ്ട, മുകളിൽ നിന്ന് ചെത്തി നമ്മൾ കൊടുത്താൽ മതി. കണ്ടോ, നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവർ കഴിച്ചോളും കേട്ടോ, വിശപ്പുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. പുല്ല് കഴിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ വെറുതെയാണ്. ആടുകൾ പുല്ലൊക്കെ കഴിച്ചോളും, അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് മുളക് കണ്ടോ പിടിച്ച് നിൽക്കുന്നത്. ഈ മുളകിൻ്റെ പ്രത്യേകത എന്താ ഉണ്ട് കേട്ടോ. കാരണം ഇത് മൊത്തത്തിൽ പോയതാ, ഇത് മൊത്തം ഇതിൻ്റെ ഇത് കുരുടിച്ച് ഇലയൊക്കെ പോയി മൊത്തത്തിൽ നശിച്ചു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് പിഴുത് കളയാനുള്ള ഒരു മനസ്സ്, അതിനിടയ്ക്ക് ഞാനിവിടെ വന്നിട്ട് വെള്ളരി നട്ടു കേട്ടോ. വെള്ളരി ഈ പറഞ്ഞ കണക്ക് കൊണ്ട് മലക്കറി നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ച വെള്ളരിയുടെ അരി കൊണ്ടുവന്ന് പാവി. അപ്പോൾ ഞാൻ ഇത് പുഴുത് കളയാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അത് അതിൽ തന്നെ നിർത്തി. എന്നിട്ട് ഞാൻ ചെയ്തതെന്നറിയോ, നമ്മളെ മീനിൻ്റെ വെള്ളമില്ലേ, മീനിൻ്റെ കഴുകുന്ന വെള്ളം, അത് കൊണ്ടുവന്ന് 2-3 ദിവസം ഞാൻ വീഴ്ത്തി. അതിൻ്റെ മേളിൽ കൂടെയും താഴെ കൂടെയൊക്കെ വീഴ്ത്തി. അതിന് ശേഷം ഉണ്ടായതാണ് കേട്ടോ ഇത്രയും. അല്ലാതെ ഞാൻ വേറെ വളമൊന്നും ചേർത്തിട്ടില്ല. ആട്ടിൻ വളമുണ്ട്, അല്ലാതെ വേറെ വളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പക്ഷേ പിന്നും നിറച്ച് വന്നു കേട്ടോ. അന്ന് ഞാനിത് പിഴുത് കളഞ്ഞിരുന്നെങ്കിൽ നഷ്ടമായിപ്പോയേനെ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ.